അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി സഭാപ്രസംഗി 7-ാം അധ്യായം 1-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം നമുക്ക് വായിക്കാം. മരണദിവസം ജനന ദിവസത്തെക്കാളും ഉത്തമം. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. മരണം എല്ലാവരുടെയും ഒരു പേടി സ്വപ്നമാണ്. മരിച്ച ശവപ്പെട്ടിയിൽ വെച്ച് മണ്ണിനടിയിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ എല്ലാം തീർന്നു എന്ന് ചിന്തിക്കുന്നവർ അനേകരാണ്. നിരീശ്വരവാദികൾ ഒഴിച്ചുള്ള മിക്കവാറും എല്ലാ മതസ്ഥരും വിശ്വസിക്കുന്നത് മരണത്തിന് ശേഷവും മനുഷ്യൻ്റെ ആത്മാവിന് ജീവനുണ്ടാകും എന്ന് തന്നെയാണ്. അതായത് മരിച്ച വ്യക്തിയുടെ ആത്മാവ് നശിക്കുന്നില്ല എന്ന് സാരം. അതുകൊണ്ട് തന്നെ ബൈബിൾ ആ രീതിയിലുള്ള മരണത്തെ നിദ്ര പ്രാപിക്കുക, തങ്ങളുടെ പിതാക്കന്മാരോട് കൂടെ ചേരുക എന്നിത്യാദി പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. ഒരാൾ മരിച്ച ശവപ്പെട്ടിയിൽ വയ്ക്കുന്ന രീതിയിലുള്ള മരണത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. എന്നാൽ മരണം എന്ന വാക്ക് ഈ ഭൂമിയിൽ ആദ്യമായി മുഴങ്ങിയത് ഏദൻ തോട്ടത്തിൽ വെച്ച് യഹോവയായ ദൈവം ആദാമിനോട് സംസാരിച്ചപ്പോഴാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: എന്നാൽ നന്മ തിന്മകളെക്കുറിച്ച് ഉള്ള അറിവിൻ്റെ വൃക്ഷത്തിന് ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഇവിടെ നാം കേട്ട മരിക്കും എന്ന വാക്ക് ബൈബിളിലെ ആദ്യത്തെ മരണം എന്ന വാക്കാണ്. മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായതിനു ശേഷം ആദ്യമായി ദൈവത്തിൻ്റെ വായിൽ നിന്നും പുറപ്പെട്ട മരണം എന്ന വാക്കാണ് നാം കേട്ടത്. ദൈവം പറയുമ്പോൾ പാപമോ മരണമോ ആദമല്ലാതെ മറ്റേതെങ്കിലും പുരുഷനോ ഹവ്വായോ മറ്റേതെങ്കിലും സ്ത്രീയോ കുഞ്ഞുങ്ങളോ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ വാക്ക് ബൈബിളിൽ എഴുതുവാനായി മോശയോട് ദൈവം കൽപ്പിക്കുമ്പോൾ മോശയുണ്ട്, അഹ്റോനുണ്ട്, അനേക ലക്ഷം മനുഷ്യർ മോശയോട് കൂടെയുണ്ട്, ഭൂമിയിൽ അനേക കോടി ജനങ്ങളുണ്ട്. മോശ ബൈബിളിൽ അഥവാ ന്യായപ്രമാണ പുസ്തകത്തിൻ്റെ ഭാഗമായ ഉൽപ്പത്തി പുസ്തകത്തിൽ മരണം എന്ന വാക്ക് എഴുതുമ്പോഴേക്കും കോടിക്കണക്കിന് ആളുകൾ നിദ്ര പ്രാപിച്ച് തങ്ങളുടെ ജനത്തോട് ചേർന്ന് കഴിഞ്ഞിരുന്നു. സൃഷ്ടാവായ യഹോവയും സൃഷ്ടിയായ ആദാമും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്ന അവസ്ഥയ്ക്കാണ് യഹോവ മരണം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കിയത്. അല്ലാതെ ശവപ്പെട്ടിയിൽ കയറുന്ന വേർപാടിൻ്റെ അവസ്ഥയ്ക്കല്ല മരണം എന്ന് യഹോവ പറഞ്ഞത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 25-ാം വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: മരിച്ചവർ ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. ഇവിടെ നാം കേട്ട മരിച്ചവർ എന്ന വാക്ക് ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട അവസ്ഥയിൽ ഉള്ളവർ എന്ന അർത്ഥത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവപുത്രൻ്റെ ശബ്ദം കേൾക്കുമെന്ന വാക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവപുത്രൻ കർത്താവായ യേശു ക്രിസ്തുവും യേശു ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവരും എന്ന അർത്ഥത്തിൽ ആണ്. ചുരുക്കി പറഞ്ഞാൽ യേശുവിൻ്റെ ആത്മാവിൽ നിറഞ്ഞ സുവിശേഷം പറഞ്ഞാൽ ദൈവവുമായി ബന്ധമില്ലാതെ ജീവിക്കുന്ന വ്യക്തികൾക്ക് ദൈവവുമായി ബന്ധപ്പെടുവാൻ സാധിക്കും വണ്ണം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച അഥവാ നിർജീവ അവസ്ഥയിലായ മനുഷ്യാത്മാവ് വീണ്ടും ജീവിക്കുമെന്നാണ് യേശു അർത്ഥമാക്കിയത്. ഇങ്ങനെ ജീവിക്കുന്ന അവസ്ഥയ്ക്കാണ് വീണ്ടും ജനനമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത്. ഏദൻ തോട്ടത്തിൽ ആദാം യഹോവയെ അനുസരിക്കാതെ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളെക്കുറിച്ച് അറിവ് തരുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നുകയും ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയും ചെയ്തതിനാൽ ആദാമിലും ഹവ്വായിലും ഉണ്ടായിരുന്ന ദൈവത്തിൻ്റെ മഹത്വം നഷ്ടപ്പെട്ടു പോവുകയും അവർ ഇരുവരും തങ്ങൾ നഗ്നരാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. ആദാമിൻ്റെ അനുസരണക്കേട് മൂലം പാപവും ശാപവും മരണവും ഭൂമിയിൽ കടന്നു. ഇവിടെ പറഞ്ഞ മരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്നും ആത്മാവ് നഷ്ടപ്പെടുന്ന അവസ്ഥയ്ക്കാണ്. ഈ മരണത്തെക്കുറിച്ച് യഹോവയായ ദൈവം ആദാമിനോട് പറഞ്ഞത്: നിലത്തു നിന്നും നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും, നീ പൊടിയാകുന്നു, പൊടിയിൽ തിരികെ ചേരും. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 19-ാം വാക്യമാണ് നാം കേട്ടത്. പൊടിയാകുന്ന മനുഷ്യൻ പൊടിയിൽ ചേരും എന്ന് പറഞ്ഞാൽ നാം മരിച്ച് അടക്കപ്പെടും എന്ന് അർത്ഥം. നമ്മുടെ ആത്മാവ് അടക്കപ്പെടുകയില്ല. പാപം ചെയ്താണ് നാം ജീവിക്കുന്നത് എങ്കിൽ നിശ്ചയമായും നാം യാതനാസ്ഥലത്ത് എത്തിച്ചേരും. നമ്മുടെ ശരീരം മണ്ണിൽ ലയിക്കുകയും ചെയ്യും. സുവിശേഷം കേൾക്കുകയും അത് അനുസരിക്കുകയും ചെയ്ത് ജീവിച്ചാൽ നാം വിശ്രമസ്ഥലത്ത് ദൈവദൂതന്മാരാൽ എത്തിപ്പെടും. നമ്മുടെ ശരീരം മണ്ണിൽ ലയിക്കുകയും ചെയ്യും. ഇതിന് തെളിവായി ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ യേശു പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ദരിദ്രനായ ലാസർ മരിച്ചപ്പോൾ
ദൂതന്മാർ അവനെ അബ്രാഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. അബ്രാഹാമിൻ്റെ മടി എന്നാൽ അബ്രാഹാമിൻ്റെ അധികാരത്തിലുള്ള വിശ്രമസ്ഥലം എന്നാണ് അർത്ഥം. ധനവാനും മരിച്ച് അടക്കപ്പെട്ടു. പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ മേലോട്ട് നോക്കി ദൂരത്തു നിന്ന് അബ്രഹാമിനെയും അവൻ്റെ മടിയിൽ ലാസറിനെയും കണ്ടു. മണ്ണിലേക്ക് തിരികെ ചേർന്ന 2 പേരുടെ ആത്മാവിനെ കുറിച്ചാണ് നാം കേട്ടത്. ഒരാൾ വിശ്രമസ്ഥലത്ത്, ഒരാൾ യാതനാസ്ഥലത്ത്. വിശ്രമസ്ഥലത്തുള്ള ലാസർ ഭൂമിയിലായിരുന്നപ്പോൾ വ്രണം നിറഞ്ഞവനായിരുന്നു, ദരിദ്രനായിരുന്നു, സ്വന്തമായി വീടോ ചാർച്ചക്കാരോ ഇല്ലാത്തവനായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ ധനവാന്റെ പടിപ്പുരയിൽ കിടക്കേണ്ടി വരികയില്ലായിരുന്നുവല്ലോ. ധനവാന്റെ മേശയിൽ നിന്നും വീഴുന്നത് തിന്നുവാൻ ആഗ്രഹിച്ചു. ധനവാൻ കൊടുത്തില്ല എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. ധനവാൻ കളഞ്ഞ ഭക്ഷണം ലാസറിന് തിന്നുവാൻ കഴിയാതെ വണ്ണം നായ്ക്കളും അവിടെയുണ്ട്. അല്പം ആഹാരത്തിന് വേണ്ടി നായ്ക്കളോട് യുദ്ധം ചെയ്യേണ്ട അവസ്ഥ. അല്പം പോലും കരുണ കാണിക്കാത്ത ഒരു ധനവാനെ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. എന്നാൽ ലാസർ മരിച്ചപ്പോൾ നല്ല ഒരു അടക്കം അവന് ലഭിച്ചില്ലെങ്കിലും നല്ല ഒരു ഒടുക്കം അവന് ലഭിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. അവൻ്റെ മരണം കഴുകന്മാരല്ലായിരുന്നു കാത്തു നിന്നത്, പിന്നെയോ ദൈവദൂതന്മാരായിരുന്നു. എത്ര പേരുണ്ടായിരുന്നു എന്ന് നമുക്കറിയില്ല. എന്നാൽ തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതെന്ന് 116 സങ്കീർത്തനം 15 വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആയതിനാൽ ഞാൻ വിശ്വസിക്കുന്നു, സൃഷ്ടാവായ യഹോവ തന്നെ ലാസറിനെ സ്വീകരിക്കുവാൻ വന്നു കാണും. അങ്ങനെയെങ്കിൽ കോടിക്കണക്കിന് ദൂതന്മാർ ലാസറിൻ്റെ ആത്മാവിന് കൊണ്ടുപോകുവാൻ വന്നിട്ടുണ്ടായിരിക്കാം. തെളിവില്ല, പറഞ്ഞു എന്നേ ഉള്ളൂ. കുറഞ്ഞത് 2 ദൂതന്മാരെങ്കിലും വന്നു കാണും. എന്നാൽ നല്ല ഒരു അടക്കം കിട്ടിയ ധനവാന് നല്ല ഒരു ഒടുക്കം ലഭിച്ചില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം മരിച്ച ധനവാന്റെ ശരീരം മണ്ണിൽ ചേരുന്നതിന് മുമ്പേ അവൻ്റെ ആത്മാവ് യാതനാസ്ഥലത്ത് എത്തിയിരുന്നു. യാതനാസ്ഥലത്തോ വിശ്രമസ്ഥലത്തോ ഒരു ആത്മാവിനെ എത്തിച്ചേരുവാൻ സെക്കൻഡുകൾ മാത്രം മതിയാകും എന്ന് യേശു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. കാൽവരി ക്രൂശിൽ തകർക്കപ്പെട്ട് കിടക്കുന്ന യേശു മാനസാന്തരപ്പെട്ട കള്ളനോട് എന്നെ ഓർക്കണമേ എന്ന അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി എന്നോണം പറഞ്ഞത്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസിലിരിക്കും എന്ന് സത്യമായി നിന്നോട് പറയുന്നു എന്നാണ്. യേശുവിൻ്റെ മരണമൊഴിയാണ് നാം കേട്ടത്. അതും സത്യം ചെയ്ത് പറയുന്ന വാക്കുകൾ. അല്പം പോലും യേശുവിന് ആ സമയത്ത് വ്യാജം പറയേണ്ട ആവശ്യമില്ല. കാരണം താൻ മരിക്കുവാൻ പോവുകയാണ്. തന്നെയുമല്ല, മരണമൊഴി സുപ്രീം കോടതി പോലും അംഗീകരിക്കും. കള്ളന് യേശു മറുപടി കൊടുത്ത കൃത്യമായ സമയം നമുക്കറിയില്ല. എങ്കിലും 12 PM 3 PM 12 PM മുതൽ 3 PM വരെയുള്ള ഏതെങ്കിലും സമയത്താകുവാനാണ് സാധ്യത. എന്നാൽ യേശു കർത്താവ് ഏകദേശം 3 PM പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തു. എന്നാൽ കള്ളന്മാർ എപ്പോൾ മരിച്ചു എന്ന് നമുക്കറിയില്ല. അവരുടെ കാലുകൾ ഒടിച്ച് കുരിശിൽ നിന്നും ഇറക്കിയതിന് ശേഷം എത്ര നേരം കിടന്നു കാണുമെന്ന് നമുക്കറിയില്ല. എങ്കിലും സൂര്യാസ്തമന സമയം ആയ 6 PM മുമ്പ് മരിച്ചിരുന്നുവെന്ന് വിശ്വസിക്കുന്നതിൽ തെറ്റില്ല. യേശുവിൻ്റെ വാക്കുപോലെ തന്നെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ മാനസാന്തരപ്പെട്ട കള്ളൻ്റെ ആത്മാവ് പറുദീസയിൽ എത്തിക്കാണും. ഇത്രയും പറഞ്ഞതിന് കാരണം നാം മരിച്ചാൽ അപ്പോൾ തന്നെ നാം കേട്ട ഏതെങ്കിലും സ്ഥലത്ത് എത്തിയിരിക്കും നിശ്ചയം. എന്നാൽ നാം പാപം ചെയ്താണ് മരിക്കുന്നതെങ്കിൽ നാം യാതനാ സ്ഥലത്താണ് എത്തിച്ചേരുന്നത്. ഭൂമിയിലിരുന്ന് ആര് പ്രാർത്ഥിച്ചാലും നമുക്ക് അവിടെ നിന്ന് മോചനം ലഭിക്കുകയില്ല എന്ന് ധനവാന്റെ പ്രാർത്ഥനയുടെ മറുപടിയായി അബ്രഹാം പറയുന്നുണ്ട്. ലാസറിന് ധനവാന്റെ അടുക്കലോ ധനവാന്റെ സഹോദരന്മാരുടെ അടുക്കലോ കടന്നു പോകുവാൻ ദൈവം അനുവദിച്ചില്ല. നാം കേട്ട കാര്യങ്ങളിൽ ലാസർ ജനിച്ച ദിവസത്തേക്കാൾ ലാസർ മരിച്ച ദിവസമായിരുന്നു ലാസറിന് നല്ലത്. കാരണം അവൻ ജനിച്ചപ്പോൾ മാതാപിതാക്കളും ചാർച്ചക്കാരും അയൽക്കാരും ഒരു ആൺകുഞ്ഞ് ജനിച്ചതിൽ സന്തോഷിച്ചു. വർഷങ്ങൾ പലത് കടന്നുപോയി. അവൻ ഏകനായിത്തീർന്നു. രോഗിയും ക്ഷീണിതനും ഭവനരഹിതനും സഹായത്തിന് ആരുമില്ലാത്തവനുമായി തീർന്നു. നായ്ക്കൾ മാത്രമാണ് അവന് കൂട്ട്. കാരണം അവന് സമ്പത്തില്ല, സഹായത്തിന് ആരുമില്ല. എന്നാൽ അവൻ ദരിദ്രനായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദരിദ്രൻ എന്ന വാക്ക് അവൻ്റെ ആത്മാവിൻ്റെ ദാരിദ്ര്യമാണോ ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് അറിയില്ല. അവൻ ദൈവഭയമുള്ളവനായിരുന്നു. മരണം വരെ ദൈവം അവന് വേണ്ടി പ്രവർത്തിച്ചതായി അവനെ രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ മരിച്ചപ്പോൾ അവനെ സ്വീകരിച്ച് വിശ്രമസ്ഥലത്ത് എത്തിക്കുവാൻ ദൈവദൂതന്മാർ തന്നെ വന്നു. ജനിച്ചപ്പോൾ അല്പം സന്തോഷം ലാസറിൻ്റെ ഭവനക്കാർക്കുണ്ടായിരുന്നു. ലാസറിനും അല്പം സന്തോഷം ലഭിച്ചു കാണും. എന്നാൽ ആ സന്തോഷം എല്ലാം ഭൂമിയിലെ കഷ്ടതകൾക്ക് വഴിമാറി
ഒടുക്കം അവൻ നിലവിളിക്കുവാൻ തുടങ്ങി. ജനനം കൊണ്ട് അവന് ഭൂമിയിൽ കുറേ കഷ്ടതകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അവൻ ഭക്തനായി മരിച്ചപ്പോൾ അവൻ്റെ കണ്ണുനീരും ദുഃഖവും നെടുവീർപ്പും എല്ലാം അവനെ വിട്ടുപോയി. അവനിപ്പോൾ വിശ്രമിക്കുകയാണ്. ലാസറിന് അവൻ്റെ ജനന ദിവസത്തേക്കാൾ മരണ ദിവസമായിരുന്നു ഉത്തമം. കാരണം അവൻ ദൈവത്തെ ഭയമുള്ളവനും പാപത്തെ വെറുക്കുന്നവനുമായിരുന്നു. എന്നാൽ ധനവാന് ജനന ദിവസം നല്ലതായിരുന്നിരിക്കാം. ധാരാളം പണമുണ്ടായിരുന്നു, സുഖിച്ച് ജീവിച്ചു. എന്നാൽ മരണ ദിവസം അവന് നന്മയായിരുന്നില്ല. അവൻ്റെ കഴിവോ പാണ്ഡിത്യമോ സമ്പത്തോ കാറോ ഒന്നും അവനെ രക്ഷിച്ചില്ല. അവൻ സുഖിപ്പിച്ച് വെച്ചിരുന്ന ശരീരം അവനെ വിട്ടുപോയി. അവൻ്റെ ശരീരം ജഡാഭിലാഷം നിവർത്തിക്കുവാൻ ധനവാനെ ഉത്സാഹിപ്പിക്കുകയും മൂഢനായ ധനവാൻ അവൻ്റെ ജഡത്തെ സന്തോഷിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അവൻ മരിച്ചപ്പോൾ അവൻ്റെ ശരീരം മണ്ണിൽ ലയിച്ചു. അവൻ്റെ ആത്മാവിന് വേണ്ടി ധനവാൻ ഒന്നും ചെയ്തില്ല. എന്നാൽ ലാസർ അവൻ്റെ ശരീരത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിലും അവൻ്റെ ആത്മാവിന് വേണ്ടി സ്വർഗത്തിൽ വലിയ നിക്ഷേപം നടത്തിക്കൊണ്ടിരുന്നു എന്ന് അവൻ അത് അനുഭവിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, എവിടെയാണ് നാം നിക്ഷേപം നടത്തുന്നത്? ജഡത്തിനു വേണ്ടിയോ നമ്മുടെ ആത്മാവിന് വേണ്ടിയോ? ഓർക്കുക, സുവിശേഷം അനുസരിച്ച് യേശുവിൻ്റെ മകളായി പാപം ചെയ്യാതെ ജീവിച്ചാൽ സ്വർഗത്തിലാണ് നാം നിക്ഷേപം നടത്തുന്നത്. എന്നാൽ നമ്മുടെ ജഡത്തെ സുഖിപ്പിച്ച് ജഡാഭിലാഷം നിറവേറ്റി ജീവിച്ചാൽ നമ്മുടെ ആത്മാവിന് ദൈവത്തെ അനുസരിക്കുവാൻ കഴിയാത്തതിനാൽ നിത്യനരകത്തിൽ വീഴുന്നു. നാം നമ്മുടെ ജഡാഭിലാഷം നിറവേറ്റിയാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളായ സകല ദുർനടപ്പുകൾക്കും നാം അടിമപ്പെടും. ആകയാൽ നമ്മുടെ മരണ ദിവസം ജനന ദിവസത്തേക്കാൾ ഉത്തമമായി തീരുവാൻ യേശുവിനെ അനുസരിച്ച് നമുക്ക് ജീവിക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഇങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജഡത്തെ സന്തോഷിപ്പിച്ച് ജീവിക്കുവാൻ ഇടവരാതെ ഞങ്ങളുടെ ആത്മാവിന് വേണ്ടി സ്വർഗത്തിൽ നിക്ഷേപം നടത്തുവാൻ അടിയനെ കേൾക്കുന്ന അങ്ങനെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിഷികളെ പോലെ തിളങ്ങുവാനും നിത്യജീവൻ അവകാശികളായി തീരുവാനും അടിയനെ കേൾക്കുന്ന അങ്ങയുടെ മക്കളെയും സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.